ബ്രിട്ടീഷുകാർ തേയിലയുടെയും കാപ്പിയുടെയും കൃഷികൾക്കായി മെനഞ്ഞെടുത്ത ഒരു ഹിൽ സ്റ്റേഷൻ. മേഘങ്ങൾ മുത്തമിടുന്ന ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും അവയുടെ ഇടയ്ക്ക് അതിലും ഭംഗിയുള്ള തടാകങ്ങളും ഡാമുകളും പിന്നെ 100 വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പുമാർ പണിത് വെച്ചിട്ട് പോയ അധികം മാറ്റങ്ങളൊന്നും വരാത്ത കെട്ടിടങ്ങളും അതിലുപരി ടൂറിസം വ്യവസായവൽക്കരിക്കാത്ത അധികം തിരക്കുകളും മാലിന്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു കിഡിലൻ ഹിൽ സ്റ്റേഷൻ. പറഞ്ഞു വന്നത് കേരള തമിഴ്നാട് ബോർഡറിൽ നമ്മുടെ മൂന്നാറിൻ്റെയൊക്കെ ലുക്കുള്ള മേഘമലയെ പറ്റിയാണ്. ചിന്നമണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് കാട്ടിലൂടെ റൈഡൊക്കെ ചെയ്ത് മേഘമലയിലെത്തി അവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു കിഡിലൻ റൈഡ് എപ്പിസോഡാണിത്. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും മേഘമലയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലുള്ള കമ്പത്തുനിന്ന് 15 കിലോമീറ്റർ ദൂരെയുള്ള ചിന്നമണ്ണൂർ എന്ന സ്ഥലത്താണ്. ദേ കാണൂ ബിപിൽ ഹരിഹരൻ. എവിടെ വെൽക്കം ബാക്ക് ടു സൗത്ത് ഇന്ത്യ. നമ്മൾ സ്പിതിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാ? മേഘമല. അപ്പം നമ്മൾ ചിന്നമണ്ണൂർ എന്ന് പറഞ്ഞ ടൗണിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് 34 കിലോമീറ്റർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ എത്തും കേട്ടോ. ചിന്നമണ്ണൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ് എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം വലുതാണ്. ചുറ്റും കൃഷിപ്പാടങ്ങളൊക്കെ ആയിട്ട് നൈസ് ഒരു മൂഡ്, എന്താ പറയുക, നമ്മുടെ ഒരു പാലക്കാടിൻ്റെ ഒക്കെ ടൈപ്പ് നല്ല കളറുള്ള പാടങ്ങളൊക്കെ ഉള്ള തെങ്ങൊക്കെ ഉള്ള നല്ലൊരു അത് അങ്ങനത്തെ ഒരു ടൗണാണ്. അപ്പോൾ ആ ടൗണിൻ്റെ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മേഘമല പോകാനായിട്ട്. ഇവിടുന്ന് 34 കിലോമീറ്റർ ആണ് ഹൈ വാവീസ് മൗണ്ടെയിൻ വരെ കാണിക്കുന്നത്. സോ നമ്മുടെ മേഘമലയിലേക്കുള്ള യാത്രയോട് തുടങ്ങുകയാണ്. കുറേ നാളായിട്ട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുന്നുണ്ട് മേഘമല എന്ന്. എന്നാൽ പിന്നെ അവിടെ എന്താ ഉള്ളതെന്ന് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. ഞാനും ബിബിലും മാത്രമേ ഉള്ളൂ, ഹൈത്തും സോജയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഏതായാലും പോയിട്ട് കാഴ്ചകൾ കണ്ടിട്ട് വരാം. നമ്മുടെ ജോണി കാശാദി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടേ വണ്ടി ഒരു മാസമല്ല ഇപ്പോൾ കയറിയിട്ട്, ഒരു മാസം മേളിലായി കയറിയിട്ട്. അപ്പോൾ എന്തൊക്കെയോ ഒരു ഭയങ്കര മിസ്സിങ്ങാണ് നമുക്ക്. ഇത് അത് കഴിഞ്ഞിട്ട് ഇതിലോട്ടും കയറി ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ആ സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടല്ലോ, ഇതിലങ്ങ് തീർന്നങ്ങ് പോവാ. എന്ത് രസം അറിയാമോ? ബൈക്ക് റൈഡ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഗൈസ്, വെരി വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് ഭയങ്കര റിലീഫ് വരുന്ന സാധനമാണ്. സോ ഇതിന് പോവാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ സെറ്റപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ വന്നത് കുമളി സൈഡിൽ നിന്നല്ലേ, കമ്പം. അപ്പോൾ കമ്പത്തുനിന്ന് 15 കിലോമീറ്റർ ആണ് ചിന്നമണ്ണൂർ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലേക്ക് കേട്ടോ. അതായത് ഇപ്പോഴത്തെ ബൈപ്പാസ് ഹൈവേ അല്ല, അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് കയറി പോകണം. പഴയ റോഡാണ്, പഴയ കമ്പം തേനി ആ റോഡാണ്. ആ റോഡിലാണ് ചിന്നമണ്ണൂർ ടൗണുള്ളത് കേട്ടോ. പിന്നെ തേനിയിൽ നിന്നാണ് വരുന്നെങ്കിൽ 21 കിലോമീറ്റർ. നമ്മൾ കുമളിയിൽ നിന്ന് 40 കിലോമീറ്ററാണ് ഇവിടം വരെ. പിന്നെ ഇവിടുന്ന് 99 കിലോമീറ്റർ പോയ ഡിണ്ടിഗൽ 102, രാമേശ്വരം 284. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിവിടെ വന്നിട്ട് സാപ്പാടും മറ്റേ കലക്കി ഓംലേറ്റിൻ്റെ അകത്ത് ചാറൊഴിച്ച പരിപാടിയുണ്ട്, അത് കൂട്ടിയൊരു സവാരി ഗിരിഗിരി അടി അടിച്ചു. എന്നിട്ട് നമ്മൾ പോവാം കേട്ടോ. ഇപ്പോൾ സമയം ഇതിൻ്റെ സമയം തെറ്റാണല്ലോ. ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടൊരു 3:30 ആയിട്ടുണ്ട്. ഇത് കണ്ടാ നമ്മൾ ആ കോമിക്കിൽ സ്പിതിയിൽ പോയി കെട്ടിയതാ, അടിക്കുന്ന അടി കണ്ടാ. ഇത് കാണുമ്പോൾ ആ ഒരു ട്രിപ്പ് എപ്പോഴും മനസ്സിലോട്ട് വരും. എന്തായിരുന്നല്ലേ, 10-62 ദിവസമായി. അപ്പോൾ ഇവിടുന്ന് മേഘമല 30 കാണിക്കുന്നത്. പക്ഷേ മേഘമല നമ്മൾ മാപ്പിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. സോ ഹൈവാവീസ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടല്ലേ, ഹൈവാവി ഡാം. അവിടെ 3 ഡാമുകളുണ്ട്. അതിലൊന്നാണ് ഹൈ വേവീസ് ആണ്, വാവീസ് ആണെന്ന് അറിയത്തില്ല. അതായത് ദൂരെ നോക്കുമ്പോൾ മലകൾ വേവ് പോലെ ഇരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്നാണ് ഞാൻ ചാറ്റ് GPT നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. ടൗണൊക്കെ വിട്ട് നല്ലൊരു ചെറിയ വഴിയിലോട്ട് കയറി. വലിയ വഴിയാണ് കേട്ടോ, പക്ഷേ തിരക്കൊന്നുമില്ല, ബിൽഡിങ്സൊക്കെ കുറവാണ്. അങ്ങനത്തെ ഒരു മൂഡില്ലേ, ഒരു ഗ്രാമീണ ലുക്കുള്ള വഴി. അങ്ങോട്ടേക്ക് കയറി. ആക്ച്വലി മേഘമല എന്നൊരു സ്ഥലമുണ്ടല്ലോ, നമ്മൾ കുമളിയിൽ നിന്നൊക്കെ വരില്ലേ, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കയറുന്ന ബോർഡറാണല്ലോ കുമളി. ശരിക്കും കുമളിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് മേഘമല. അപ്പോൾ നമ്മൾ കുമളിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ പറഞ്ഞ ചിന്നമണ്ണൂരിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. ശരിക്കും ഇങ്ങനെയാണ് കുമളിയിൽ നിന്ന് ഇങ്ങനെ കയറാനുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ റോഡുള്ളൂ. ആ വഴി കാട്ടിക്കൂടെയൊക്കെ എന്താ കയറി വരാനുള്ള പരിപാടി കണ്ടെന്ന് കേട്ടായിരുന്നു, അറിയത്തില്ല. പിന്നെ ഇത് ടൈഗർ റിസർവ് കൂടാണ്. കയറി വരുമ്പം തിരിച്ചു പോകാൻ യോഗവും കൂടെ വേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളി കിടില ഫ്രൈ. നോക്ക്, ആ സ്കൂൾ ബസ്. ഇത് അവിടെ മറ്റേ കാറ്റാടിപ്പാടൊക്കെ ഉണ്ടല്ലോ. ഓഹോ, ഞാനിവിടെ ഫസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും ബഹളമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ ഒരു മഴ അടിക്കുന്നുണ്ടല്ലോ, ഈശ്വര. ഒന്നും എടുത്തിട്ടില്ല, റെയിൻകോട്ടും ഇല്ല, ഒന്നുമില്ല. കൊള്ളാട്ടോ. മേഘമല ടീ എസ്റ്റേറ്റ്, കൊലത്താട്ട്. ഇത് നല്ല മൂഡ് റോഡാണല്ലോ.
ഓ വേറെ തന്നെ ലൈറ്റ്, കാറ്റാടിപ്പാടമൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് അടിച്ചിട്ട്. ഓ എന്ത് പെട്ടെന്നല്ലേ ലുക്ക് മാറിയേ, എന്ത് രസമല്ലേ. അയ്യോ കിടിലൻ കിടുക്കാച്ചി പരിപാടി. ആറ്റുംകുറ്റികൾ റോഡ് ക്രോസ് ചെയ്യുന്നു. സോ നൈസ്. എന്ത് രസമാണ് ഫ്രെയിം. രണ്ട് സൈഡില് മരങ്ങൾ വെച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ ഇത് നല്ല വൃത്തിയുള്ള റോഡും വിൻമിൽസും പിന്നെ അങ്ങ് വെസ്റ്റേൺ ഗട്ട്സിലെ മലനിരകളും അതിനകത്താട്ടോ മേഘമല. ആഹാ അടിപൊളി, നോക്ക് എന്ത് ഭംഗിയല്ലേ. എത്ര അടുത്ത് കിടന്നിട്ട് ഈ സ്ഥലത്ത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഓ ചെറിയൊരു ഗ്രാമം, വലിയ അമ്പലപ്പുറം. എനിക്ക് നമ്മളെ കൊല്ലി ഹിൽസ് ഒക്കെ പോയില്ല, ആ സ്ഥലം പോലെ തോന്നുന്നു. നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് ചെക്കന്മാരും കിട്ടി. ശരിടാ ബഡേ ബഡേ. ആ ആ ഓൻ പേരണ ജീവാനന്ദൻ. ജീവാനന്ദൻ ജീവകൃഷ്ണൻ. രണ്ട് ജീവയാ? ഓ ജീവ, യു ജീവ, യു ജീവ. ഓക്കെ ഫുൾ ജീവ. നമുക്ക് മാത്രമേ ജീവനില്ലാത്തുള്ളൂ, ഇവിടെ ഫുൾ ജീവനാ. എന്നാ ശരിടാ പാത്ത് പോ. ഓക്കെ നല്ല പഠിക്കോ. ബ്രേക്ക് ടയർ പോലെയല്ല അവന്, പിന്നെ ബ്രേക്ക്. തനിക്കൊരു മനുഷ്യത്വം ഉണ്ടോടോ? വേണ്ട വേണ്ട. ടയറിന്റെ സ്ഥാനത്ത് അവിടെ എന്തോ രണ്ട് സാധനം ഉണ്ടെന്നേ ഉള്ളൂ. എപ്പടി ബ്രേക്ക് പെടുന്നത് കാണണ്ട കാണണ്ട പാക്കട്ടെ. ടെക്നോളജിയാ, ടെക്നോളജിയാ. ഓട്ടറാ പാപ്പോ. ബായടാ. സറക്ക് വേണോന്ന് നമ്മക്കില്ല സറക്ക്, പിന്നെ അവന് സറക്ക്. ശരിടാ ഇവന്മാര് ബൈ പറഞ്ഞ കൊല്ലുമല്ലോ എന്ന്. ഈ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ട് ഫീലാണ്. ലൈക്ക് തമിഴ്നാടെന്നല്ല, സൗത്ത് ഇന്ത്യ. ലൈക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കുറേ വർത്തമാനം പറയാൻ പറ്റുമല്ലോ. മറ്റേത് നമുക്ക് വർത്തമാനം പറയണമെങ്കിൽ പാടല്ലേ. മഞ്ഞ് പുതച്ച് കിടക്കുന്ന തണുത്തുറഞ്ഞ സ്പിതി മരുഭൂമിയിലെ കാഴ്ചകൾക്ക് ശേഷം MDT ആൻഡ് ഫാമിലി ഒരുക്കുന്നു മേഘമലയിലെ മഞ്ഞ് വിസ്ഫോടനം. ഇപ്പോൾ നമ്മളങ്ങനെ വന്ന് തേൻപളനി എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു വില്ലേജിലെത്തുവേ. നല്ല രസമുണ്ട്, ഒരു പാലക്കാടൻ ഉൾഗ്രാമങ്ങളൊക്കെ പോലെ ഇരിക്കുന്നു. തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ആ ചെക്ക് പോസ്റ്റ് കുറച്ച് സീനാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഞാൻ പൊതുവെ കേട്ടത് ഇവിടെ ഭയങ്കര പ്രശ്നം എന്നൊക്കെയാണ്. ഈ ചെക്ക് പോസ്റ്റിൽ വണ്ടി ഫുൾ അഴിച്ച് ചെക്ക് ചെയ്യും, പൈസ മേടിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒന്നുമില്ല, നല്ല അടിപൊളി ഒരു സാധനം, നല്ലൊരെണ്ണൻ, തങ്കപ്പെട്ട എണ്ണൻ എന്നൊക്കെ പറയാം. മുകളിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നി. നോക്കി പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നമ്മളോട്. പിന്നെ നമ്മൾ പൊക്കോടാന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. നോക്കാം. അയ്യോ താഴെ ഹെയർ പിന്നിന് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കിയില്ല. ശരിക്കും ചെറിയൊരു മഴയൊക്കെ പോകുന്ന വേറെ മൂടാവൂലേ. ഹെയർ പിൻ മെൻറ്റ് 18 എണ്ണം ഉണ്ട്. ഓക്കെ ദിസ് ഈസ് സെക്കൻഡ് വൺ. പിന്നെ ഈ മേഘമല എല്ലാവർക്കും ഒരു ക്യൂരിയസ് തിങ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൂന്നാറിൻ്റെ ഒരു സെയിം സെറ്റപ്പ് ഒക്കെയാണെന്നാണ് കേട്ടത്. പിന്നെ ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡല്ല, അതുകൊണ്ട് റിസോർട്ട്സും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. ഒരു അൺടച്ച്ഡ് ഹിൽ സ്റ്റേഷൻ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ ഇപ്പോൾ ടച്ച് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മാറിയിട്ട് വേറെ പേരിടേണ്ടി വരുമായിരിക്കും, അൺടച്ചിലൊക്കെ മാറിയിട്ട്. ലങ്കൂർ ഇല്ല ഒന്നും ചെയ്യത്തില്ലപ്പാ. ഓ എവിടെയൊക്കെ കുറേ ഇരിക്കുന്നു.
പോണ്ടേ. ചെറിയൊരു തണുപ്പൊക്കെ അടിച്ച് വരുന്നുണ്ട്. ചെറുങ്ങനെ ബോട്ടം ക്യാമ്പ്. ഇതൊരു അമ്മൂമ്മ ഇരിക്കണു, ഒരു പാട്ടി. ഫ്രഷ് ആനപ്പണ്ടം കിടക്കണം, നനവുള്ള ആനപ്പണ്ടം. വീണ്ടും ഫ്രഷ് ആനപ്പണ്ടം നിറഞ്ഞു കിടക്കുന്നു. ആശാൻ ഇവിടെ ഉണ്ട്. ഒട്ടും തിരക്കില്ലാത്തൊരു സ്ഥലം കേട്ടോ. അതിനൊരു മെയിൻ റീസൺ ഞാൻ പറയാൻ തോന്നുന്നു, അവിടെ റിസോർട്ട്സോ ഹോട്ടൽസൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഉണ്ട്, പ്രയാർ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഏതോ ബംഗ്ലാവ് ടൈപ്പ് ഉണ്ട്. അതിന് റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഉള്ളത് ഒരു പഞ്ചായത്തിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ അധികം ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം രാവിലെ ഒന്ന് കയറി കണ്ടിട്ട് തിരിച്ച് പോകുന്ന സെറ്റപ്പേ ഉള്ളൂ. അതിനുള്ള ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ നല്ല ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെന്താ പറയുക, ഒരു നല്ല ഹൈറ്റിലെത്തി എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ള് ഇരുണ്ട് കിടക്കണം. മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇടിച്ച് കുത്തി കറുത്ത് വെടച്ച് നല്ല കരിമ്പാറ ലുക്കി കിടപ്പുണ്ട്. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന 15ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. 18 എണ്ണത്തിൽ 15ാമത്തെ. ഏകദേശം ഇരുട്ടി തുടങ്ങി. തേയിലത്തോട്ട് പോയല്ലോ. എന്താല്ലേ മൂട്. കൊള്ളാട്ടോ. ഒരു ടിപ്പിക്കൽ കോട. ഒരു മൂന്നാർ ലുക്ക്. നല്ല തേയിലത്തോട്ടങ്ങൾ. ഓ, നല്ല കിട്ടില്ലൻ കോട. നമ്മൾ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഈ കിട്ടില്ലൊരു സ്ഥലമാണുള്ളത്. ഭയങ്കര രസമുണ്ടല്ലോ കാണാൻ. ഭയങ്കര ഹെവി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ടൊരു കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന ടൈപ്പ് ഒരു വ്യൂ കേട്ടോ. അവിടെ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നു, ലയങ്ങളും വീടുകളും. കൊള്ളാം. കോടയടിച്ച് കിടക്കുമ്പോൾ അതിനകത്തൊരു മറ്റേ യെല്ലോ ലൈറ്റും അവിടെ ചെറിയ ചെറിയ വീടുകളും ഭയങ്കര രസം കാണും. നല്ലൊരു ഭംഗി, വലിയൊരു വേറൊരു മൂഡ്. ഓഹോ, ലയങ്ങളല്ലേ ഇത്. ആട്ടി കൂടി. അവിടെ എന്താ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അണ്ണാ, ഇത് എന്നാ വില്ലേജ്? ഇതാണ് മേഘമല. ഓക്കെ, ശരി തന്നെ. നമ്മൾ സാധാരണ കണ്ട ടൈപ്പ് ലയങ്ങളല്ല കേട്ടോ. ഇത് വേറൊരു മൂടാണ്. കൊള്ളാം. ആന ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആന തപ്പി ഇറങ്ങിയ ആൾക്കാരെ ഇവരൊക്കെ അവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ആ റോഡിലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. കൊള്ളാം. ഭയങ്കര ഒരു ഫ്രഷ് ലുക്ക്. നല്ല രസമുണ്ട്. ബൈക്കിന് വരണം. ബൈക്കിന് വന്നാൽ ഈ ഒരു മൂഡും കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് ഓടി വരുമ്പോഴത്തേക്കിന് ഏതൊരു ഡാമിൻ്റെ മണം അടിക്കുന്നുണ്ട്. ഇതൊരു ഡാമാണ്. ഇതേത് ഡാമാ? ഹൈവാവീസ് ഡാം. ഇതാണ്. വെള്ളമൊന്നും ഇല്ലല്ലോ രണ്ട് സൈഡിലും. അതൊന്ന് ഡാമാണ്. ഇതാണ് ഡാം, ഹൈവാവീസ് ഡാം. അത് ഹെൽത്ത് സെൻ്ററാ. അവിടെ വെള്ളമുണ്ട് താഴെ ആ സൈഡിൽ. ശരിക്കും ഒരുപാട് സ്ഥലം കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ശരിക്കും ഉള്ളൊരു പൊട്ടൻഷ്യൽ എന്താ ഞാൻ കണ്ടിട്ടില്ല വീഡിയോയിലൊന്നും. അടിപൊളി. അവിടെ കിടില. കാണിച്ചുതരാം, നാളെ എല്ലാം കാണിച്ചുതരാം. ഈ ഏരിയയാണ് മെയിൻ ഏരിയ. ലേക്കിന് ചുറ്റും നല്ല കിടിലൻ തേയിലത്തോട്ടവും. ഹൈവാവീസ് പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസ് സ്റ്റേഷനാണ് താഴെ കണ്ടേ. ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഹൈവാവീസ് ടൗൺ പഞ്ചായത്ത് അതിൻ്റെ അകത്താന്ന് തോന്നുന്നു. ഇതാന്ന് തോന്നുന്നു. കയറി നോക്കാം. ഇതാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി മേഘമല അല്ലെങ്കിൽ ഹൈവാവീസ് അവിടെ എത്തി കേട്ടോ. ഹൈ വേവ്സ് അങ്ങനെ പറയുന്നത്. ഹൈ വേവ്സ് ഇവിടുത്തെ മറ്റേ പഞ്ചായത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഉള്ളൂ ഇപ്പോൾ സ്റ്റേ. പിന്നെ എന്തോ ഹോം സ്റ്റേ അവിടെ കണ്ടായിരുന്നു. അവിടെ നമുക്ക് നിർത്താനൊന്നും പറ്റിയില്ല. ഫോറസ്റ്റുകാർ വന്നിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് വിട്ടോളാൻ പറഞ്ഞു. ആന ഭയങ്കര സീനാണ്, ഇവിടെയൊക്കെ വരുമെന്നാണ് പറഞ്ഞ ആന. അപ്പം ഈ പഞ്ചായത്തിൻ്റെ സ്റ്റേ, അതായത് ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ വഴിക്ക് നേരെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കിന് ഹൈവേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തും. അവിടെ ഈ പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിംഗ് കാണും, ഒരു ബോർഡ് കാണും. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിൽ 2 ടൈപ്പ് റൂമുണ്ട്. ഒന്നിന് 1100, പിന്നെ ഒന്ന് 1575. 1575 3 പേർക്ക് കിടക്കാം. മറ്റേതിൽ 2 പേർക്ക് ഒരു ഡബിൾ ബെഡാണ്. മറ്റേതൊരു വലിയ ക്യൂൻസ് ബെഡ്, ആ ടൈപ്പ് ബെഡാണ് 1575. ഈ ഒരു സെറ്റപ്പിന് അത്രയും പൈസ കൂടുതലാണ്. പക്ഷേ ഇവിടെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. ജിയോയ്ക്കില്ല. എൻ്റെ കയ്യിൽ വോഡാഫോൺ ഉണ്ട്. ഇതിനൊന്നിനുമില്ല. പിന്നെ താഴെ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ
വൈഫൈ ഉണ്ട്. ആ ചായക്കട 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. രാവിലെ 8 മണിക്ക് തുറക്കത്തുള്ളൂ. അപ്പോൾ 8 to 8 അത് അതിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് ഇവിടുന്ന് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു വഴിയുള്ളൂ. പിന്നെ ഗൂഗിൾ പേ ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പം കയ്യിൽ കാശൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പം നമ്മളവിടെ ദോശയും ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, ചുമ്മാ കിടന്ന് ഉറങ്ങുക, വേറെ ഒന്നും ചെയ്യാൻ. ഇതിലിറങ്ങി നടക്കലെന്ന് പ്രത്യേകം പറഞ്ഞു. ഇതിലേ കൂടെ തന്നെ ആന വരുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ദോശ அருமையாக இருக்குது. முருகன் டிஃபன் சென்டர் அருமையாக இருக்குது தோசை. நான் சென்னையில் அட்வொகேட்டாக இருக்கேன். நீங்கள் எந்த ஊர்? சென்னையா? போடி சொந்த ஊர், போடி நாயக்கனூர் சொந்த ஊர். வீடு இருக்குது நம்மளுக்கு. அருமையாக இருக்குது சார். அம்மா கைப்பக்கம் வந்து அருமையாக இருக்குது. அந்த கார் சட்னி உங்கள் கையால் ஊற்றுக்குமா? நான் வீட்லேயே 3 தோசை தான் சாப்பிடுவேன். இப்போ நீங்கள் சுட்ட உடனே 4 தோசை சாப்பிடுங்க பாருங்க. இந்த குளிருக்கு உள்ளே இறங்குது, என்ன பண்ணுறது? ஓகேம்மா. உங்களுக்கு எத்தனை வயசுமா இருக்கும்? எங்களுக்கு 65 வயசுல இவ்வளவு சேவை பண்ணி சூப்பர்மா. நீங்க வீட்டு டிவில வருவீங்க, அங்க பாருங்க. டிவில வருவா. டிவில போடு. டிவில வரும். உங்க பேரு? சொர்ணத்தாய். சொர்ணத்தாய் அம்மா சமையல் சூப்பர். நீங்க தான் செய்றீங்களா? நாங்க தான் செய்றோம். ஓகே சூப்பர்மா. அண்ணா பைக்ல தான் ஒரே ஒரு சின்ன சூடு தோசை இருக்கும்ல? எனக்கு ரெண்டு காப்பி. എനിക്കും ദോശ. പെരിയ ദോശ സ്പെഷ്യൽ അല്ല പറഞ്ഞേ? ஸ்பெஷல் தோசை. സാധാരണ ദോശയ്ക്ക് 40, സ്പെഷ്യൽ ദോശയ്ക്ക് 50. ഇതാണ് സ്പെഷ്യൽ ദോശ. നോക്കട്ടെ, ഇങ്ങനെ കാരക്കുളമ്പാ. പ്ലേറ്റ് എടുക്കുமா? ഫുഡടിയൊക്കെ കഴിഞ്ഞു. നല്ല കിണ്ണം കാച്ച് ദോശ ഓംലേറ്റും, ഒന്നും പറയാനില്ല. 3 ടൈപ്പ് ചമ്മന്തികളുണ്ടായിരുന്നു. ചമ്മന്തിയല്ല, ഒരു ചമ്മന്തി, പിന്നെ കാരക്കുളമ്പ്, സാമ്പാർ. അമേസിങ്, അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ഉറങ്ങാൻ പോവാണ്. രാവിലെ എണ്ണീറ്റിട്ട് എന്നാണ് മേഘവല നമുക്ക് വേണ്ടി കാത്തു വച്ചേക്കുന്നതെന്ന് കാണാവേ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. നേരം പരപരാന്ന് വെളുത്തു വരുന്നുണ്ട്. സമയം 6:45. സൺറൈസൊക്കെ ആയിട്ടിട്ടുണ്ട്. പക്ഷേ കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ഫോകാൻ തോന്നുന്നു. ആഹാ, വലിയ തണുപ്പില്ലായിരുന്നു കേട്ടോ. സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റി. ബിബിലണ്ണൻ ചായ കുടിക്കാൻ വേണ്ടി രാവിലെ തന്നെ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് തട്ടടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചായയും കുടിച്ച് 2 ഇഡ്ഡലി അടിച്ചിട്ട് മേഘമലയുടെ കാഴ്ചകളിലേക്ക് പോട്ടോ. അന്ന ചായ കുച്ചോ? ഞാൻ ചായ കുടിച്ചു. ഞാനൊന്നും കുച്ചട്ടെ? ഇഡ്ഡലിയും കഴിച്ചാലോ? ദോശ திடீர்னு கிடைக்கும்னா அப்ப தோசை எடுங்க. நம்ம பாட்டி எங்க? பாட்டி குட் மார்னிங். எப்படி இருக்கு? தோசை போடுமா? നമ്മുടെ ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മറ്റേ ഹൈവാവി ലേക്ക് ആട്ടോ. ഡാമിലെ റിസർവോയറിലെ വെള്ളം കിടക്കുന്നു. അധികം വെള്ളമില്ല, ഇച്ചിരി താഴ്ന്ന് കിടക്കുന്നു. പക്ഷേ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ആ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ കളറുണ്ടല്ലോ, കിട്ടില്ല. നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന തേയിലത്തോട്ടങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ബംഗ്ലാവും പഴയ ബിൽഡിങ്സും കാര്യങ്ങളും, പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും പൂക്കളും, പിന്നെ മറ്റേ സൺറൈസ് അടിച്ചിട്ട് ഗ്ലാസ്സൊക്കെ തിളങ്ങി കിടക്കുന്ന പഞ്ചായത്ത് ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളൊക്കെയാണ് രാവിലെ കണ്ണിൻ്റെ മുന്നിൽ. ഭയങ്കര ഫ്രഷ്നെസ്, ഒരു രക്ഷയില്ല. കാര്യം കുറേ ആയി ഇങ്ങനൊരു ട്രിപ്പ് പോയിട്ട്. അതിൻ്റെ ഒരു മൂഡ് വേറെ തന്നെ കേട്ടോ. എന്തുമാത്രം കിളികളുടെ സൗണ്ടാ. ഓ, കുറേ ഉണ്ട് കേട്ടോ. ശരിക്കും ആൾക്കാർ വരാത്തതിൻ്റെ ഒരു ഗുണമുണ്ട് ഇവിടെ. വേസ്റ്റ് ഇല്ല, കാര്യങ്ങളില്ല. പിന്നെ ഭയങ്കര ഒരു നിശബ്ദതയാണ്. നമുക്ക് കിളികളൊക്കെ പോകുന്ന നോക്ക്. കൊള്ളാം, നല്ല മൂഡ് പരിപാടി. ഇഷ്ടമായി. അണ്ണനെ ഇഷ്ടമായോ അണ്ണ? എനിക്കിഷ്ടായി. എന്താ സൺറൈസ്? സൺറൈസ് നമ്മള് വന്നോണ്ടാണ് ആന വരാൻ. ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ വരത്തില്ല. എനിക്ക് കാട്ടുഭാഗ്യം ഭയങ്കര കൂടുതലാണ്. அம்மா பேர் என்ன? என் பேரு பேச்சியம்மா. பேச்சியம்மா. முருகன் ஹோட்டல்னு போடுங்க. ദോശ വരുമ്പോ വിലണ്ട പോലത്തെ ഒരു ചിരിയുണ്ട്. ഇതേ ചിരി. போதும். இங்க எப்படி ஹோட்டல் கம்மியா? ஆமா சார். ஆம்லேட் வேற போடணும்யா. இரியா. டே டே டே. போ சார். போ.
ஹாப்பியா? இருங்க வாங்க நல்லா நல்லா இருக்கு, செம்மையா இருக்கு. சரி பாட்டி, பாப்போம். ஓகே Bye, ஓகே bye. மதியான சாப்பாடு மத்தியான சாப்பாடு. ஓகே. சரி போயிட்டு வாங்க. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിനോട് ഇവിടെ വന്നിട്ട് ഇറങ്ങുകയാണ്. നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ. നിങ്ങൾ എന്തൂര്? ചെന്നൈ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ബോഡി ഗാർഡാണോ എന്നോട് എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട്? സോ നമ്മൾ അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. ഇനി നമുക്ക് പോകാനുള്ളത് കുറേ സ്ഥലങ്ങളൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇവിടെ ഒരു മഹാരാജാ മെട്ട് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, പഴയ പള്ളിയുണ്ട്. അപ്പോൾ അതൊക്കെ തീർന്നതാണ്. മേ ബി അവളുടെ കാലത്തൊക്കെ ചെയ്തായിരിക്കും അല്ലേ. ഈ മഹാരാജാ മെട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നൊരു 14 കിലോമീറ്റർ 15 കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കേരള തമിഴ്നാട് ബോർഡറൊക്കെ കാണാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ടെന്ന് കേട്ടു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ജയ്ബീം ഷൂട്ട് ചെയ്ത പാലമൊക്കെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് വെയിലൊക്കെ ആയതുകൊണ്ട് അത് പോയി കണ്ടിട്ട് തിരിച്ചു വരുമ്പം എന്താക്കാം, ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, നല്ല രസമുള്ള ലൈറ്റല്ലേ. അപ്പോൾ നമ്മൾ നിന്ന സ്റ്റേ ഇല്ലേ, അവിടെ നേരെ മുമ്പോട്ടാണ് പോകേണ്ടത്. അതായത് മറ്റേ മണലാർ ലേക്കിൻ്റെ സൈഡിൽ കൂടെ 14 കിലോമീറ്റർ പോകാനുണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല മൂടാട്ടോ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന തേയിലത്തോട്ടം. ഇത് മണലാർ ടീ എസ്റ്റേറ്റാണ്, മണലാർ. നമുക്കൊരു മനുഷ്യനില്ല, അതാണ് ഇതിനകത്തൊരു മെയിൻ ഇത്. അവിടെ ഇവിടെ ഒറ്റയ്ക്കും പറ്റയ്ക്കും ആരെങ്കിലും കണ്ടാലേ ഉള്ളൂ. ശരിക്കും നമ്മുടെ ഒരു മൂന്നാറിൽ നിന്ന് നമ്മുടെ കാന്തല്ലൂരൊക്കെ പോകുന്ന ഒരു സൈഡില്ലേ, അങ്ങനത്തെ ഒരു ലുക്കുണ്ട്. പട്ടോട് പോകുമ്പോഴുള്ള ലുക്കുണ്ട് ഇടയ്ക്ക്. മൊത്തത്തിലൊരു മൂന്നാർ ടച്ച് എനിക്ക് ഫീൽ ചെയ്തു പലയിടത്തും. ഈ ലേക്ക് എനിക്കൊന്ന് പല പല പോർഷൻസ് ആയിട്ടാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ട്. ഫുള്ളി കണക്റ്റഡ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഡാമുകൾ വേണം അങ്ങനെയാണെങ്കിൽ. അതായിരിക്കും ഈ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നത്. 6 മൊത്തം. ഇടയ്ക്ക് നല്ല കാട് മൂടും ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്നലെ ഇവിടെ ആന ഭയങ്കര സീനായിരുന്നെന്നാണ് കേട്ടെ. എന്തോ ഒരു ബിൽഡിങ് ഷോപ്പാണെന്ന് തോന്നുന്നു. ഗാർഡൻ ഫ്രഷ് ടീ അവൈലബിൾ എന്ന് ബോർഡ് ഉണ്ട്. നമ്മളിങ്ങനെ ഓടിച്ച് വരുമ്പോഴത്തേക്കിനും അധികം ദൂരമൊന്നുമില്ല, എനിക്കൊന്നൊരു 3-4 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്കിനും ഒരു പാലം കാണാം. അതാണ് ആ ജയ്ബീം സിനിമയിലുള്ള പാലം. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതേ അവിടെ കുറേ ലയങ്ങളുണ്ട്, നല്ല രസമുണ്ട്. മറ്റേ വാഗ റെഡ് കളറിൽ പൂത്ത കിടപ്പുണ്ട്. മേൽ മണലാർ, അപ്പർ മണലാർ, ക്ലൗഡ് മൗണ്ടൻ, സൺ റിവർ, മണലാർ ബംഗ്ലാവ് എല്ലാം ഈ സൈഡിലാണ്. ആ പടത്തിന് ശേഷം ഇതിൻ്റെ ജയ്ബീം പാലം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് അവിടെ. പാലം കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അണ്ണാ എന്നാ മേടിക്കാൻ പോണേ? നമ്മളവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏതായാലും പോയി മറ്റേത് കണ്ടിട്ട് വരാം. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പത്ത് വരുമ്പോഴത്തേക്കിനും അങ്ങനത്തെ പ്രശ്നം കാര്യമായിട്ട് തന്നെ അലട്ടാറുണ്ട്. അതൊരു രോഗമാണ് ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. രാവിലെ നല്ല രീതിയിൽ തട്ടിയതാണ്. ഇപ്പോൾ അത് പിന്നെ വിശക്കണം. പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസും വേണം. പഴയ ആൻറ്റിന ദൂരദർശൻ്റെ. അതൊക്കെ പണ്ട് തെങ്ങിൻ്റെ വെള്ളം കയറി തിരിച്ചിട്ടൊക്കെ ഉള്ളത് ഓർമ്മ വരുന്നു. നെക്സ്റ്റ് കൊടൈക്കനാൽ 148 തിരിച്ചു പോകണം കേട്ടോ, ഈ വഴിക്കല്ല. ഇവിടെ നല്ല കിടലം വ്യൂ ആണല്ലോ. ഇവിടുത്തെ ലയങ്ങളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടല്ലോ. എല്ലാം ഒരേ രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു എസ്റ്റേറ്റാണെന്ന് എനിക്ക് തോന്നിയത്. കൊള്ളാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്താവേ. ബിൽഡിങ്സൊക്കെ നല്ല രസമുണ്ട്. ഇത് ഹെൽത്ത് സെൻ്ററാണ്. അതായത് ഒരു പ്രീമിയം ഹിൽ സ്റ്റേഷൻ. പ്രീമിയം ഇൻ ദ സെൻസ് എന്താ പറയുക, നല്ല വൃത്തിയുള്ള, നല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ബിൽഡിങ്സൊക്കെ ഉള്ള, നല്ല ലാൻഡ്സ്കേപ്പുള്ള, എന്നാൽ നല്ല വൃത്തിയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ. അതാണ് മേഘമല ഒരു നട്ട്ഷെല്ലിൽ പറയുവാണെങ്കിൽ. നമ്മൾ മണലാർ ടീ എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത കേട്ടോ വെണ്ണിയാർ. അതാണ് ഞാൻ നേരത്തെ വിട്ടുപോയ വാക്ക്. ഇതിപ്പോൾ വെണ്ണിയാർ ടീ എസ്റ്റേറ്റ് ആണ്. ഇവിടെ 2 ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. വെണ്ണിയാർ 1, വെണ്ണിയാർ 2. അത് കഴിഞ്ഞതാണോ ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് കഴിയുമ്പോൾ മഹാരാജ അവിടെ ഉണ്ട് ഒരു ലേക്ക്. അങ്ങനെയാണ് മൊത്തം 6 വരുന്നത്. ഇത്രയും ലേക്കുള്ള കുഞ്ഞൊരു ഹിൽ സ്റ്റേഷൻ അല്ലേ. അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു പരിപാടി കേട്ടോ ഇത്. അത്ര ചെറുതല്ല. നമ്മളിങ്ങനെ പോകെ കുറേ ബിൽഡിങ്സും. എന്ത് രസമല്ലേ. ഭയങ്കര ഒരു പുരോഗമനം വന്നിട്ടില്ല. പക്ഷെ പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു സാധനം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുവാണ് എല്ലായിടത്തും.
ഓ കിടിലൻ പരിപാടി. വെണ്ണിയാർ എന്ത് രസമല്ലേ. വെണ്ണിയാർ തേനി ഡിസ്ട്രിക്റ്റ്. ഒരു കുഞ്ഞ് വെയിറ്റിംഗ് ഷെഡ് അല്ല, അതിനകത്ത് ചെറിയ കടയാണ്. അതിനകത്തൊരു ചായക്കടയൊക്കെ ഉണ്ട്. ഇതാണ് വെണ്ണിയാർ ടൗൺ. നല്ല കിടിലൻ ഫ്രെയിംസ് അല്ലേ, എന്ത് രസമല്ലേ. മഴയത്തൊക്കെ വേറെ മൂടായിരിക്കും. മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഇവിടെ കുറച്ച് പഴയ ലയങ്ങളാണ്, ഇത്തിരി ശോഷിച്ച് കിടക്കുന്ന രീതിയിലാണ്. എന്താ അവിടെ പുകയാണോ അതോ കോടയാണോ? കോടയാ ഈ നട്ടുച്ച വെയിലത്ത്. ആനയെ തുരത്താൻ വെടിവെച്ചോലാണോ? അല്ല. ഓ എൻ്റെ മോനെ, കോട അതെ അത് ഇറങ്ങുന്നത് ഇത്രയും വെയിലായിട്ട്. നോക്ക് കൊട. അയ്യോ ഹെവി കൊട. ഇതുകൊണ്ടാണോ മേഘമല എന്ന് പേരിട്ട്? മേഘം ഭൂമിയെ തൊടുന്നത് കൊണ്ടാണോ? നിങ്ങളിത് വിശ്വസിക്കണം, നട്ടുച്ചയ്ക്ക് 12:30 സമയത്ത് മേഘമലയിലെ കാഴ്ചയാണിത്. ക്ലൗഡ് ബെഡും മഞ്ഞും. ദേ ചുമ്മാ അല്ല ഈ സ്ഥലത്തിന് മേഘമല എന്ന് പേര് വന്നു. നോക്ക് ദേ പോകുന്നുണ്ടോ? എൻ്റെ അമ്മേ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓ മോനെ, നല്ല വെയിലും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കോട. അപ്പോൾ ഈ വെയിലടിച്ചിട്ട് തേയിലത്തോട്ടമൊക്കെ നല്ല അങ്ങോട്ട് വിജൃംഭിച്ച് കിടക്കണു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കോട, ഒരു രക്ഷയില്ല കേട്ടോ. ദിസ് ഈസ് ഓസം ഗായ്സ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല കിളുന്ത് പോലത്തെ ഗ്രാമങ്ങളും. ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ്. എന്തോ വലിയ ധൃതിക്ക് പോകുന്ന പോലാണ് മേഘങ്ങൾ പോകുന്നത്. നോക്കിയേ എന്ത് സ്പീഡിലാണ്. മരങ്ങൾക്ക് വരെ ആ ഒരു ഭംഗിയാണ്. കിട്ടില്ല പ്ലേസ്, ഒന്നും പറയാനില്ല. യു ഷുഡ് ട്രൈ ദിസ് പ്ലേസ് വിത്ത് യുവർ മോട്ടോർ ബൈക്ക് എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെ അറിയാം? നമ്മൾ ആ മണലാരും മറ്റേ രണ്ടാമത്തെ ആറും ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മഹാരാജ മെട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കുഴിയാണ്, മനസ്സിലായി? അതാണ് വ്യൂ പോയിന്റ്. അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് മേഘം തട്ടായിട്ട് കിടക്കണം, ക്ലൗഡ് ബെഡ്. അതിങ്ങനെ ഉച്ചയാകുമ്പോൾ ചൂടടിച്ചിട്ട് കയറി ഇങ്ങോട്ട് വരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നടക്കുന്നത് ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ്, ഒരു കിളി പോകുന്ന പ്രതിഭാസം. കുറേ നാളെ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ട് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടില്ല ഫീലാണ്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മേ, അയ്യോ ഞാനിക്ക് വട്ടാകുവേ. ഇവിടെ അടിച്ചു കയറി വാങ്ങൂലേ. ഈ ബൈക്ക് റൈഡ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മളിതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് ഹെൽമെറ്റിൻ്റെ അകത്ത് കിടന്നങ്ങ് ഒച്ച വെക്കും, ആരും കേൾക്കത്തില്ല പുറത്ത്. ഈ ഒച്ച അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് കയറുമ്പം കുറേ ടെൻഷനൊക്കെ അങ്ങ് പോവും. ഇത് അവിടെ ഒരു കിടിലൻ ലേക്ക്, അതാണെന്ന് തോന്നുന്നു മറ്റേ ലേക്ക്. അവിടെ ഒരു ഡാമുണ്ട് കേട്ടോ. ഇവിടെ വെയിറ്റിംഗ് ഷെഡിലൊക്കെ ചായക്കടകളാണ്. നിങ്ങളിവിടെ വന്നോ? എപ്പടി ഇருக்கு? നല്ല ഇരിക്കാ? ഫുള്ള് ക്ലൗഡ്. ഓ അവിടെ നോക്കാം, ആ ഫ്രെയിം നോക്കിയോ. ഉഫ് എൻ്റെ അമ്മോ. എന്നാൽ നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഇതിൻ്റെ മേളിലോട്ടാണ് വ്യൂ പോയിൻ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് റൈഡ് അടിച്ചിട്ട് വരാം. എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൻഡ് ഭയങ്കര ഫുള്ളായി, ഭയങ്കര ഹാപ്പി. അയ്യോ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കിനും ഈ ഒരു വെതർ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ്, എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി. ഓ അവിടെ അത്രേ ഉള്ളൂ, ക്ലോസ്ഡാ. യെസ് ഡൺ. സെക്യൂരിറ്റി ഉണ്ട്, നോ തലവോട്. അയ്യോ ഇത് തന്നെയാണ് ഡാമിൻ്റെ എൻട്രിയാ? ഓക്കെ. അലോടല്ല, ഡാമിലോട്ട് പോകുന്ന വഴിയാ. വിപിലേ എനിക്ക് തോന്നുന്നു നമുക്ക് മേളിൽ കയറിയാൽ മറ്റേ ക്ലൗഡ് ബെഡ് ഇപ്പം കിട്ടുമെന്ന് തോന്നുന്നു. നല്ല ലൈറ്റ് അല്ലേ, എന്ത് രസമാണ് കാണാൻ. കിടിലൻ പരിപാടി. പോവാം, ലെറ്റ്സ് ഗോ. മഹാരാജ് മെട്ടിലെ കാഴ്ചകൾ കാണാം. യാത്ര ചെയ്യുമ്പം ഈ ഒരു മൊമെൻറ്റിന് പകരം വെക്കാനായിട്ട് എന്തെല്ലാം ഉണ്ട് പറ. ഈ ഒരു ഫീലിന് പകരം വെക്കാനായിട്ട് എന്താല്ലേ
ആ നമ്മളങ്ങനെ മഹാരാജാമേട്ട് സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളവിടെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനുമാണ് ചെന്നൈയിൽ നിന്നുള്ള കുറേ പേരെ പരിചയപ്പെട്ടത്. കുറേ ചേച്ചിമാർ അവർ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ലോകം ചുറ്റാൻ ഇറങ്ങിയേക്കുവാണ്. കണ്ടുപിടിക്കുക എങ്ക കൂടെ ഫോട്ടോ എടുക്കണക്കാ. എതുക്ക് ബൈക്കിൽ വന്നേന്ന് ഊരിൽ ചെന്ന് പോയി சொல்லுது கானே தம்பிமாரெல்லாம் வந்தாங்க, அவங்க பைக்ல நின்று ஒரு போட்டோ எடுத்தோம். எப்படி எப்படி சொல்லிட்டு போற ஐடியா சொல்லுங்க. எல்லாரும் இங்க எல்லாரும் இங்க நாங்க ரெண்டு பேர் பேசுறோம். இந்த தம்பியோட பைக் நல்லா இருக்கா? அவங்க வந்து இமேஜ்ல சென்னையில பெரிய ஆக்டர் பெரிய ஆக்டர் அந்த மாதிரி நடிப்பு அடிப்பறேன். இப்படி வேற சொல்லிட்டீங்களா? தாங்க முடியாது. நீங்கள் கையில பிடிக்க முடியாது. மேகமலை எப்படி இருக்கு? நல்லா இருக்கியா? சூப்பரா இருக்கு. 26 இந்த வருஷத்தோட எங்களுது. நாங்க ஒவ்வொரு வருஷமும் வருஷத்துக்கு 3 ட்ரிப் போவோம். கேரளா போயாச்சு, கர்நாடகா போயாச்சு, ஹைதராபாத் போயாச்சு, ஆந்திரா போயாச்சு, எல்லாம் போயாச்சு, வர்க்கலா எல்லாம் முடிச்சிட்டோம். ஸ்ரீலங்காவும் போயிட்டு வந்துட்டோம். இப்போ வந்து நார்த் இந்தியால ஹிமாச்சல் போங்க. காஷ்மீர் போனீங்களா? காஷ்மீர் February 15th போறேன். போங்க. நீங்க அங்க இருங்க, நாங்க வந்து மீட் பண்றோம். கண்டிப்பா. சரி பாப்போம். பாய் பாய். என்னன்னு ரொம்ப கௌரவமா இருக்கு? சாப்பிடுறதுக்கு என்ன இருக்கு? கௌரவமெல்லாம் நானே நடக்க மாட்டாத ஆளு. அண்ணா உங்க வீடு எங்க இருக்கு? இங்க தண்ணி வைங்க, அந்த அதுக்கு கீழே மணலாரா? இல்ல, இங்க மகாராஜா மட்டும் தான். மகாராஜா வீட்டா? நல்லா இருக்கு சலன், சூப்பரா இருக்கு. சாப்பிட்டுட்டு இங்க என்ன பாரு, எனக்காக நல்லா இருக்குன்னு சொல்லக்கூடாது. சாப்பிட்டுட்டு நல்லா இருந்தா நல்லா இருக்கு, இல்லாட்டி நல்லா இல்லை அப்படி சொல்லணும். சரி பார்த்துப்பேன். நல்லா இருக்கு. எனக்காக சொல்லக்கூடாது. இல்ல 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 நல்லா இருக்கு. நல்லா ഇടും. ഹാപ്പി തന്നെ. ഒരു നൂഡിൽസും ചുക്കാപ്പിയൊക്കെ കുടിച്ച് അതിലെ കുറച്ച് നേരം കറങ്ങി അടിച്ച് നടന്നിട്ട് അവിടുന്ന് കുറച്ച് മേളിലോട്ട് കയറുമ്പം ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് വന്നേക്കാണ് 30 രൂപയാണ് ഒരാൾക്ക് പാസ്. ക്യാമറയ്ക്ക് 300 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നേരെ കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ താഴെ കമ്പവും തേനിയും അതൊക്കെ കാണാൻ പറ്റും. തേനിയാണത്, കമ്പവും ഏതൊക്കെ 2-3 കാണാം. പിന്നെ നമ്മൾ കുമളിയിലോട്ട് പോകുന്ന ലോവർ ക്യാമ്പിൽ നിന്ന് കയറുന്ന കയറ്റമൊക്കെ ഇല്ല, അതൊക്കെ ഇവിടുന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ക്ലോസ് ആണ്, കുമളിയായിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇതാണ് മഹാരാജമേട്ട്. രാവിലെ വരുവാണെങ്കിൽ ക്ലൗഡ് ബെഡ് കിട്ടും. ക്ലൗഡ് ബെഡ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു ഇവിടുന്ന്. നൈസ് വ്യൂ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് പോയിട്ട് എന്താക്കും, ബാക്കി നമ്മൾ മേഘമല ഒന്ന് കാണും, വില്ലേജൊക്കെ ഒന്ന് കയറാം, എന്നിട്ട് തിരിച്ചു പോകാം. നമ്മളങ്ങനെ മഹാരാജമേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് വിടും കേട്ടോ. വ്യൂ പോയിന്റ് നിങ്ങൾ വരുന്ന സമയം പോലിരിക്കും, പിന്നെ നിങ്ങളുടെ യോഗം പോലിരിക്കും. രാവിലെ വരുവാണ് നല്ലതാണ്. നമ്മളെ കോടയൊക്കെ അടിച്ച് കിടക്കുന്ന കാഴ്ച കണ്ട എൻ്റെ പൊന്ന് സാറേ. പിന്നെ ഇവിടെ നിന്ന് കുറേ പേര് പറയുന്നുണ്ട് മേഘമല തന്നെ ഇത്രേ ഉള്ളൂ. വരുന്നവരുടെ മനസ്സും സമയവും പോലിരിക്കും, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങളതെങ്ങനെ എൻജോയ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും ആ ഒരു സ്ഥലം. അല്ലാതെ ഇപ്പോൾ കുറേ വ്യൂ പോയിൻറ്റ്സ് അങ്ങനെ കാണാനാണെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ദിസ് ഈസ് ഡിഫറെൻറ്റ്, എനിക്കിഷ്ടമായി പേഴ്സണലി. അണ്ണേ പോട്ടുമാ, അടുത്ത പ്രാവശ്യം വെട്ടി. ഓക്കെ, അതെ, നീറ്റ് മനുഷ്യൻ. 10 പൈസ കൂടുതൽ മേടിച്ചില്ല. നമ്മൾ 10 രൂപ ചില്ലറയിലായിട്ട് 10 രൂപ തരണമെന്ന് വരെ പറഞ്ഞു. ഇവിടെ മൊത്തത്തിൽ എല്ലാത്തിനും ഭയങ്കര വിലക്കുള്ള കേട്ടോ. പക്ഷെ പുള്ളി 10 രൂപയുള്ള ചുക്കാപ്പി. നമ്മളവിടുന്ന് അപ്പുറത്തുനിന്ന് 1 ലിറ്റർ വെള്ളം മേടിച്ച് 25 രൂപ എടുത്തത്. ഒരു ദോശയ്ക്ക് 50 രൂപ. പക്ഷെ നല്ലതായിരുന്നു. എന്നാലും പറയണമല്ലോ. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് വില്ലേജ് കാഴ്ചകളൊക്കെ കാണാം മേഘമലയുടെ. ഇപ്പം നമ്മൾ വന്ന ഏറ്റവും എൻഡ് പോയിന്റ് ആട്ടോ. ഇതാണ് മഹാരാജമേട്ട്. നമ്മൾ മഹാരാജാമേട്ടിൽ നിന്ന് തിരിച്ച്, അയ്യോ ഈ ഗ്രാമത്തിൻ്റെ പേരായിരുന്നു വെണ്ണിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ എല്ലാം ഭയങ്കര ബേസിക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു ശോകം ഒരു ടീ പ്ലാന്റേഷൻ അല്ല ഇത് കേട്ടോ.
ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. വെണ്ണിയാറ്, മണലാറ്, വെണ്ണിയാറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ട് ടീ ഫാക്ടറീസ്. എല്ലാം ഡിഫറെൻറ്റ് എസ്റ്റേറ്റുകളാണ്. വെണ്ണിയാർ എസ്റ്റേറ്റ് ഓഫീസ്. ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കണ്ട വീഡിയോകളിൽ കൂടെ എനിക്ക് കിട്ടിയ മേഘമല ഒന്നുമല്ല ഞാൻ കാണുന്നത് കേട്ടോ. അതിനേക്കാളൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളിൽ എത്രത്തോളം അത് എനിക്ക് എത്തിച്ചു തരാൻ പറ്റിയെന്നുള്ളത് എനിക്കറിയത്തില്ല. സ്റ്റിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്തെത്തി കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹൈ വാവീസ് ലേക്ക്. ഹൈ വേവ്സ് അങ്ങനെയാണ്. ഹൈ വാവീസ് നമ്മൾ പറയുന്നത്. ഹൈ വേവ്സ് ലേക്കാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ സൈഡിൽ നല്ല വൃത്തിക്ക് ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളങ്ങനെ ഓടി ഹൈ വാവീസ് അവിടെ എത്തിയല്ലോ. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിൽ, അതായത് നിങ്ങൾ മേഘമലയ്ക്ക് വരാൻ വേണ്ടി ചിന്നമന്നൂരിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കിനും, ചിന്നമന്നൂരില്ല അതെ, കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ പേച്ചിയമ്മ എന്നൊരു ഹോട്ടലുണ്ട് കേട്ടോ. അത് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി നമ്മൾ 4 മണിക്കത്തെ ചോറുണ്ണാൻ പോവുകയാണ്. 4 മണിക്ക് വന്ന് കയറിയിട്ട് എല്ലാം കിട്ടണമെന്ന് തരുമോ അവർ? ഉള്ളത് മേടിച്ച് ഇന്ന നൈസായിട്ട് ഇറങ്ങി പോവാം. ഓക്കെ, നമ്മളങ്ങനെ പേച്ചിയമ്മാൾ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചു കേട്ടോ. 4 മണിക്ക്. 4 മണിയായിട്ട് കറിയൊന്നും ഇല്ലായിരുന്നു. ഒരു ഊണിന് 100 രൂപ. നമുക്കിനി മുമ്പോട്ട് പോകണ്ടേ. നമ്മളിപ്പോൾ ഇന്നലെ രാത്രിക്ക് കയറി വന്നപ്പോൾ കണ്ട ആ ഒരു ലയങ്ങളില്ലേ, ആ സ്ഥലത്തെത്തി കേട്ടോ. ഇതാണ് മേഘമല. നമ്മൾ നേരത്തെ കണ്ടത് ഹൈ വാവീസ്, മേഘമലൈ. പക്ഷേ ഈ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തേനിയിലെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് ഞാൻ കേട്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ടീം കുറേ 10-25 കിലോമീറ്റർ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ടൊക്കെ വന്നവരുണ്ട്. അപ്പം ഹൈ വാവീസ് തന്നെ ഇട്ടിട്ട് വരിക കേട്ടോ. നമ്മുടെ മേഘമല ട്രിപ്പിനെ പൂർത്തീകരിക്കാൻ വേണ്ടി 2 അതിഥികളെ നമുക്ക് വഴി വെച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആ മേഘമലയുടെ ഭംഗി ഇങ്ങനെ ഒപ്പിയെടുത്തപ്പം കുറേ ആൾക്കാർ ഓടുന്നുണ്ട്, കുറേ പയ്യന്മാർ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ യാന എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോർത്ത് ഏതെങ്കിലും ദൂരെ ഒരു ആനയെ കാണാൻ പറ്റുമായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ റോഡിൽ തന്നെ ആ ബാക്ക് ഡ്രോപ്പിൽ സൺസെറ്റിൻ്റെ ലൈറ്റിൽ ഒരു അമ്മയും കുഞ്ഞും കിട്ടിയില്ല പരിപാടി. നല്ല ഭംഗിയുണ്ടായി കാണാൻ. ആ ലൈറ്റൊക്കെ അടിക്കും, ഇങ്ങനെ ലൈനൊക്കെ ഇങ്ങനെ തിളങ്ങി. നമ്മൾ കുറേ നേരം കണ്ട് നിന്നു. പിന്നെ അത് താഴോട്ടൊക്കെ ഇറങ്ങി അതിൻ്റെ ഫുഡടിയും പരിപാടിയൊക്കെ ആയപ്പം നമ്മളവിടെ വിട്ടു കേട്ടോ. മേഘമല വീഡിയോയിൽ നമുക്ക് കിട്ടിയൊരു ബോണസ് ആയിരുന്നു ഈ ടീംസ് കിടിലൻ. കൊള്ളാലോ. പേരെന്നാ? രാഹുൽനാഥ്. മേഘമല മൂടാട്ടോ. ബാക്കിൽ നോക്കി അജാതി ഫ്രെയിം. ഫ്രണ്ടിൽ പിള്ളേർ വോളിബോൾ കളിക്കുന്നു. ഫ്രണ്ടിൽ ലയം. അതിൻ്റെ അകത്തൊരു ചായക്കട ഉണ്ടെന്ന് വീട് പറഞ്ഞപ്പോൾ ചായ കുടിക്കാൻ. ഭയങ്കര മൂഡ് പരിപാടി, നല്ല കളറ്. ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണേ. പയ്യെ ഇറങ്ങി നടന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെയൊക്കെ ഇരുന്ന് അതിനെ കിട്ടുവാണെങ്കിൽ പയ്യെ അതിനെ പോയി ശല്യപ്പെടുത്താതെ കണ്ട് ഒരു വെതറൊക്കെ എൻജോയ് ചെയ്ത് സൺറൈസും സൺസെറ്റും ഒക്കെ കണ്ട് ആ ഒരു മൂഡിലൊക്കെ വന്ന് നോക്കിയേ സ്വർഗ്ഗമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. കിട്ടില്ല സ്ഥലം. എന്താ ഫ്രീ നോക്കും. ഇവിടെ പിള്ളേർ കളിക്കുന്ന തടിക്കുന്ന വോളിബോളില്. തമ്പി മെതുവാ അടിക്കുങ്കോ, പ്രായം ജാസ്തിയാ ഇருக்கு. അമ്മ ரெண்டு டீ வித்தவுட்ல ரெண்டுமே வித்தவுட்ல ஸ்ட்ராங்கா போடுங்க. എത്ര വർഷം? 100 വർഷം ആச்சு கடா. நம்ம கட்டியிருந்தா இன்னும் உடஞ்சிருக்கும். അതെ, ബ്രിട്ടീഷുകാർ. இங்க இருக்கிற பில்டிங் எல்லாமே அங்க அவர்தான் அந்த காலத்து தான். அவர் உண்டான இത്ര ஃப்ரெஷ்ஷா. ஆமா ஸ்ட்ராங்கா இருக்கு. நம்ம ஆளு கட்டியிருந்தா இருக்காது. நேரம் கீழே வந்திருக்கும். ஆனா எல்லாம் மண்ணு தான். இது என்ன எஸ்டேட் டீ? வுட் பிரேயரா? മേഘമല നല്ല സ്ട്രോങ് ആണ്. കയ്പില്ല. അപ്പോൾ ഇതൊക്കെയാണ് ദ ബ്യൂട്ടിഫുൾ മേഘമലയുടെ കാഴ്ചകൾ. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല. ഇത് നമുക്ക് ഹെൽമെറ്റ് വെച്ച് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി എന്ന് പറഞ്ഞാലേ റെഡിയാവുള്ളൂ. അതായത്
നമ്മൾ മേഘമലയുടെ യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറേ വ്യൂ പോയിൻറ്റ്സ് പോയി വ്യൂസ് കാണാൻ വേണ്ടി ശ്രമിക്കാതെ നിങ്ങൾ പോകുമ്പോൾ കാണുന്നതല്ല ഒരു വ്യൂ ആയിട്ടങ്ങ് സങ്കല്പിക്കാനുള്ളതല്ല, അങ്ങനെ ഉണ്ട്. ഭയങ്കര രസമാണ്. പിന്നെ ഈ പറഞ്ഞ നട്ടുച്ചയ്ക്കൊന്നും കയറി വന്നിട്ട് ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിറങ്ങിപ്പോകല്ലോ. ഇപ്പോഴത്തെ ഒരു മൂഡ് കണ്ടോ, അടിപൊളിയല്ലേ. രാവിലെ നമ്മൾ കണ്ട എന്താ സ്വർഗ്ഗമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരിക. പിന്നെ ഈ പറഞ്ഞ പോലെ മേഘമല എന്ന് പറഞ്ഞ് മാപ്പിട്ട് വരാതിരിക്കുക. ഹൈവേബീസ് അത് ഡാം മാപ്പിട്ട് വരിക. അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ 1-2 കടകളേ ഉള്ളൂ. ഗൂഗിൾ പേ വർക്കാവില്ല, അപ്പോൾ ക്യാഷ് കയ്യിൽ കരുതുക. അത്രയൊക്കെ ആയിട്ട് വന്നിട്ട് സമാധാനത്തോടെ വേസ്റ്റൊന്നും വലിച്ചെറിയാതെ, ആനകളെ ഒന്നും പേടിപ്പിക്കാതെ, നാട്ടുകാർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവുക. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഡിണ്ടിഗൽ വെച്ച് പിടിക്കാൻ പോവാണ്. ഡിണ്ടിഗൽ പോയിട്ട് അടുത്തൊരു എപ്പിസോഡ്, ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും. കംപ്ലീറ്റ് പ്യുവർ ലൈഫായിരിക്കും തമിഴ്നാട്ടിലെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷബിൻ ശംസുദ്ദീൻ സൈനിങ് ഓഫ് ഫ്രം മേഘമലൈ. ബൈ.